ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ രുചികരമായൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പൊട്ടറ്റോ ബോൾസ്. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ ബോൾസ് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലി കളഞ്ഞ ഒരു മാഷറിനെ കൊണ്ട് നമുക്കിതൊന്ന് നന്നായി ഉടച്ചെടുക്കാം. ഇനി ഇത് കൈ കൊണ്ട് ഒന്നും കൂടി സ്മൂത്തായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ടില്ല. പൊട്ടറ്റോയിൽ ധാരാളം വെള്ളം ഉണ്ട്, അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ തന്നെ നോക്കിയതിന് ശേഷം 1 ടീസ്പൂണോ മറ്റോ ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒന്നുകൂടി സ്മൂത്തായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണിത്. വളരെ രുചികരമായിട്ടുള്ളതുമാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇപ്പം നമ്മുടെ കൂട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതെല്ലാം നമുക്കൊരു ചെറിയ ബോൾസിൻ്റെ ആകൃതിയിൽ നമുക്കിതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ഒരു മീഡിയത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1-1.5 മിനിറ്റിന് ശേഷം ബോൾസ് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം കരിഞ്ഞു പോകും. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്കിത് എണ്ണ വാരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ബോൾസ് എല്ലാം നമുക്ക് വറുത്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ പൊട്ടറ്റോ ബോൾസ് ചൂടോടെ കൂടി തന്നെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒന്നാന്തര സ്നാക്സാണിത്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഉണ്ടാക്കി വെച്ച എല്ലാ ബോൾസും നമ്മൾ വറുത്തെടുത്തു. പുറമെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. വേറൊരു റെസിപ്പിയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.